ഹലോ ഈ കാണുന്ന ഡിസൈനിൽ ഞാനൊരു ഹൂപ്പ് ആർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ അതൊന്ന് നമ്മളുടെ വാട്ടർ ഇറേസിബിൾ പെൻ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വാട്ടർ ഇറേസിബിൾ പെൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. എനിക്ക് എന്തായാലും ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യമേ തന്നെ ഞാൻ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ളത് നമ്മളുടെ ബാക്ക് സ്റ്റിച്ചിനകത്താണ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെം സ്റ്റിച്ചും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിതവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ബാക്ക് സ്റ്റിച്ചിനകത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ നീല കാണുന്ന മഷിയൊക്കെ നമുക്ക് വെള്ളം തൂത്താലെ പൊക്കോളും. പിന്നെ ഞാൻ ഇവിടെ വോവൻ റോസ് ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3 ഫ്ലവേഴ്സാണ് ഞാൻ കുറച്ച് വലുതാക്കി ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഞാൻ കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെറിയൊരു ഡോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ലായിരുന്നു. വോവൻ റോസിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഞാൻ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബുള്ളിയൻ വെച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മളുടെ ഒരു ട്യൂലിപ്പിൻ്റെ ഫ്ലവറാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ഞാനത് ഒരു ബുള്ളിയൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇടയിലൊക്കെ ആയിട്ട് കുറച്ച് ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഫ്രെയിം 6 ഇഞ്ച് വലിപ്പത്തിനകത്തുള്ള ഫ്രെയിമാണ്. ഇത് ഞാൻ എൻ്റെ അനിയത്തിക്ക് വേണ്ടി ചെയ്തൊരു വർക്കായിരുന്നു. പെട്ടെന്ന് എടുത്ത തീരുമാനത്തിൽ ചെയ്തതാണ്. പിന്നെ ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഫ്രെയിം എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ കയ്യിൽ കൊടുത്തു വിടുമ്പം അതിന് കുറച്ച് മാക്സിമം സൈസ് കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിവിടെ ഫ്ലവേഴ്സിന് സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഡോളിൻ്റെ വർക്കുണ്ടല്ലോ, ആ ഡോള് വരച്ച ആ ഒരു ഇങ്കൊക്കെ നമ്മൾ വെള്ളം തൊട്ട് തന്നെയാണ് മായ്ച്ച് കളഞ്ഞത്. അപ്പോൾ നിങ്ങൾ വെള്ളം തൊട്ട് മായ്ച്ച് കളഞ്ഞാൽ അത് പതുക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്തത് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഓൾമോസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ ഫ്രെയിമിൽ നിന്ന് നമ്മളുടെ ആ ഒരു വർക്ക് ഊരിയതിന് ശേഷം വീണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ബാക്കി വരുന്ന ആ ഒരു ക്ലോത്ത് മുഴുവനും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ഈ ഫ്രെയിമിന് ചുറ്റും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹാഫ് ബീഡ്സ് ആണ്. അപ്പോൾ ഹാഫ് ബീഡ്സ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് വെയിറ്റ് വരുന്നില്ല. ഞാനെപ്പോഴും 8 ഇഞ്ച് മുതലുള്ള ഹൂപ്പുകൾക്കാണ് ഹാഫ് ബീഡ്സ് ഉപയോഗിക്കാറുള്ളത്. ചെറിയ 6 ഇഞ്ചിൻ്റെ ഫ്രെയിമിനൊക്കെ നമുക്ക് ഫുൾ ബീഡ്സ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ മറ്റതിനൊക്കെ വെയിറ്റ് കുറച്ച് താങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഞാൻ എപ്പോഴും ഫുൾ ബീഡ്സ് എടുക്കുമ്പോൾ ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതിന് നല്ല വെയിറ്റും ഉണ്ടാവാറുണ്ട്. ഇനി ഞാനിവിടെ നോർമൽ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ആ ചാർട്ട് പേപ്പർ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ അളവിലൊന്ന് വരച്ചു കൊടുത്ത് ആ പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറകിലൊന്ന് ഒട്ടിച്ചു കൊടുത്തു. ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് അയാൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജാനുവരി 2-ാം തീയതി ആയിരുന്നു ഞാനത് അയച്ചു കൊടുത്തത്. ആളുടെ ബർത്ത്ഡേ വന്നിട്ട് ഫെബ്രുവരി 9th ആണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ തന്നെ വീഡിയോയിൽ കയറി പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാനെന്തായാലും ഒത്തിരി ഹാപ്പിയാണ്. വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയതിലും ഹാപ്പിയാണ്. അതുപോലെ തന്നെ ആളുടെ കയ്യിൽ കിട്ടിയപ്പം ഒരുപാട് സന്തോഷം ആൾക്കുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഇരട്ടി സന്തോഷം കിട്ടി. അതുപോലെ തന്നെ നമ്മളുടെ ലിൽമറിയം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് 3 വർഷമായിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു ഫെബ്രുവരി 9th ഞാൻ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടൊരു ഹൂപ്പാട്ട് ചെയ്യുന്നത്. അതിൽ നിന്നാണ് എനിക്ക് കുറച്ച് വർക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കതൊരു പ്രോത്സാഹനമായിട്ട് തോന്നിയിരുന്നു. അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാതിരുന്നൊരു കാര്യമാണ് നമ്മളുടെ ചാനലിനകത്ത് 1K സബ്സ്ക്രൈബേഴ്സ് ആവുമെന്നുള്ളത്. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഫെബ്രുവരി 9th എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ദിവസമാണ്. എല്ലാം കൊണ്ടും എനിക്ക് അനുഗ്രഹങ്ങൾ മാത്രം കിട്ടിയിട്ടുള്ള ഒരു ദിവസമാണ് ഫെബ്രുവരി 9th. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്.